ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ എല്ലാവരും വീട്ടിലും ഒരുവിധം എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാവും. കുഞ്ഞു കുട്ടികളുള്ളവരെ വീട്ടിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മളെ സ്വന്തം അമൃതം പൊടി ഇട്ടോ. അമൃതം പൊടി കുറേയൊക്കെ മക്കൾക്കാണ്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് അവർ കഴിക്കാതാവും കേട്ടോ. പിന്നെ നമ്മളതായിട്ട് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. മാസത്തിലൊരു 4 പാക്കറ്റൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതൊന്നാകെ മക്കൾ കഴിക്കൊന്നുമില്ല. അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്ക് വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഫസ്റ്റ് തന്നെ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതൊരു പാൻ അടുപ്പത്ത് വെച്ചെടുത്തിട്ട് ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നല്ല തീ കൂട്ടി വെക്കണ്ട. ഈ പൊടി പെട്ടെന്ന് കരിഞ്ഞ് പോകും കേട്ടോ. ഇതിങ്ങനെ എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരും കേട്ടോ. ഇത് മൂത്തതിൻ്റെ ഇത് ഒരുപാട് എന്താ പറയുക വിറ്റാമിൻസൊക്കെ ഉള്ള പൊടിയല്ലേ. കുറേ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, നട്ട്സും ഇതൊക്കെ. അപ്പോൾ നല്ലൊരു മണം വരും കേട്ടോ അത് മൂത്ത് വരുമ്പോൾ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് പൊടി നല്ലോണം വറവായി വന്നിക്കണെന്ന്. അപ്പോൾ ഞാനിത് ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇനി ഈ തേങ്ങയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. ഈ തേങ്ങയത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയി വരും കേട്ടോ. അതുവരെ ഒന്ന് വറുത്തെടുക്കുക. അതുവരെ വെച്ചാൽ കുറേ ടൈമൊന്നും വേണ്ട അതാവാൻ. 2-3 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ അത് നല്ലോണം വറന്ന് ഇപ്പോൾ കണ്ടില്ല കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങയൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ ഞാനിതാ 2 പഴമാണ് എടുത്തിക്കണത്. ഏത് പഴം വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക. എൻ്റെ കയ്യിലിപ്പോൾ റോബസ്റ്റ പഴമായിരുന്നു ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെടുത്ത് നേന്ത്രപ്പഴമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതെടുക്കട്ടോ. നല്ലോണം ഒന്നും പഴുത്തിട്ടുള്ള പഴം എടുത്താൽ മതി. നല്ല പച്ചപ്പഴം എടുക്കണ്ട കേട്ടോ. നമുക്കത് ലാസ്റ്റ് ഉടച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പച്ചപ്പഴം വേണ്ട, നല്ല പഴുത്തിട്ടുള്ള ഏത് പഴമാണെങ്കിലും എടുത്തോളി. പിന്നെ ഇതാ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തേക്കണം. 1 ടേബിൾ സ്പൂണ് ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ, നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്നും കൂടി വറുത്തെടുക്കാം കേട്ടോ. പഞ്ചസാര ഇങ്ങനെ മെൽറ്റായി പോകുമൊന്നും വേണ്ട. നല്ല എല്ലാം കൂടി ഒന്നും ഇങ്ങോട്ട് നല്ലോണം മിക്സാക്കി എടുത്താൽ മതി. പഴം ഇപ്പം തന്നെ ഉടച്ചെടുക്കുകയൊന്നും വേണ്ട. ഇത് ചൂടാറിയതിൻ്റെ ശേഷം നമുക്കിത് കുഴച്ചെടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഒന്ന് എത്തണം. നമ്മൾ ഏലക്കായൻ്റെ പൊടിയൊക്കെ ഇട്ടെടുത്തതല്ലേ. അപ്പോൾ നമ്മൾ നല്ലോണം മിക്സാക്കി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചില ഭാഗത്തേക്ക് അത് എത്തൂല, ചില ഭാഗത്തേക്ക് എത്തും. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാൻ പറയണത് കേട്ടോ. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്യണം. ഫ്ലെയിം ഒരിക്കലും പെട്ടെന്നായി കിട്ടട്ടെ എന്ന് വെച്ചിട്ട് കൂട്ടി കൊടുക്കരുത് കേട്ടോ. പെട്ടെന്ന് കരിഞ്ഞു പോകും ഈ സംഭവം. അപ്പോൾ അതാ ഞാനൊരു പാത്രത്തേക്ക് അതൊക്കെ കൂടി മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. 1-2 മിനിറ്റ് ആകുമ്പോഴത്തേനും ഇതൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ ഫാനിൻ്റെ ചോട്ട് വെക്കുമ്പോഴത്തേനും തന്നെ നല്ലോണം തണുത്ത് കിട്ടും. ഇത് നല്ലോണം തണുക്കണം എന്ന് ആവശ്യമില്ല. നമ്മൾ കൈ പിടിക്കാൻ പാകത്തിനുള്ള ഒരു തണുപ്പ് ആയി കിട്ടിയാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 2 ബ്രെഡ് പൊടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ബ്രെഡ് പൊടിക്കുന്നത് കാണിക്കണില്ല കേട്ടോ. നമ്മൾ എന്തിനാ അതൊക്കെ കാണിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യം തന്നെയല്ലേ. ഒരു 2 ബ്രെഡ് എടുക്കുക, മിക്സിയിലേക്ക് ഇടുക, പൊടിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ബ്രെഡ് ആവശ്യമുണ്ട്. ബ്രെഡിലാണല്ലോ ഇത് റോൾ ചെയ്തെടുക്കണത്. അപ്പോൾ അതിൻ്റെ അരികൊന്ന് വെട്ടിക്കളയണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ആ ബ്രെഡൊക്കെ ഒന്ന് അരിക് വെട്ടിക്കളഞ്ഞിട്ട് അത് മിക്സിയിൽ അടിച്ചെടുത്താലും മതി കേട്ടോ. ഈ ബ്രെഡ് ഇട്ട് പൊടിക്കുന്നതിന് പകരം അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാലും മതി. അപ്പോൾ നമുക്ക് ഈ ബ്രെഡിൻ്റെ അരികൊന്നും വേസ്റ്റായി പോവില്ല. നമുക്ക് ഇതിലേക്ക് തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ പറഞ്ഞാൽ നല്ല മണമാണെന്ന് അടുത്തൊക്കെ ആൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ടേസ്റ്റ് ഉണ്ടാകുന്ന നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ചോദിക്കുമ്പോൾ ഞാൻ കൊടുത്തതാ കേട്ടോ മക്കൾക്കൊക്കെ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. മക്കളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിക്കുന്നുണ്ട്. ഇത് ഇനി എണ്ണ പലഹാരം ഇഷ്ടമില്ല എന്ന് പറയണവരാണെന്നുണ്ടെങ്കിൽ ഇത് ഇതേമാതിരി തന്നെ ഉരുട്ടിയെടുത്തുകൊണ്ട് നമ്മൾ ലഡുവിൻ്റെ പരുവാക്കിയിട്ട് നമുക്ക് കഴിച്ചാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കുക. ഇത് പൊരിച്ചെടുക്കണ്ട എന്നുണ്ടെങ്കിൽ ഇതേമാതിരി ചെയ്യുക. അത് ഇങ്ങനെ ഉരുളാക്കിയിട്ട് നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ. എടുത്ത് വെക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഇത് കുറേ പുറത്തെടുത്ത് വെച്ചിട്ട് കേടുവരാതിരിക്കുകയൊന്നുമില്ല. നമ്മളെല്ലതും ഇതിലിട്ടിക്കുന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് പഴമായാലൊന്നും ഒരുപാടൊന്നും ഇരിക്കുകയൊന്നുമില്ലല്ലേ. ഇത് ഇരിക്കൂല കേട്ടോ. സാധനം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിരിക്കൂല, അത്രയ്ക്കും ടേസ്റ്റാണ്. മക്കളൊക്കെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചിട്ട് എടുത്ത് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ചെറിയ ഉരുളാക്കിയിട്ട് ഇങ്ങനെ ബ്രെഡിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന പാകത്തിൽ ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉരുളൊക്കെ അനുസരിച്ചിട്ട് എത്ര ഉരുളയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് ബ്രെഡ് എടുത്താൽ മതി.
അപ്പോൾ ഞാനും എൻ്റെ മോളും കൂടിയാണ് കേട്ടോ അത് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കണത്. ഞാനിതിപ്പോൾ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 5 മണി 5:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് നേരം വൈകിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിക്കണത്. അപ്പോൾ ഞാൻ എല്ലതും ഇതേമാതിരി തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡിൻ്റെ എല്ലാ സൈഡും അരിക്ക് വേണ്ടട്ടെ, നമുക്കിത് റോളാക്കി എടുക്കാനല്ലേ. അപ്പോൾ അരിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റോളാക്കാൻ പാടയിക്കാരം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അരികൊക്കെ ഒന്ന് നല്ലോണം ചെത്തിയെടുത്തിട്ട് സുന്ദര കുട്ടപ്പനാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കട്ട് ചെയ്തെടുക്കുന്ന ബ്രെഡിൻ്റെ സൈഡ് നമുക്ക് മിക്സി ജാറിലിട്ട് പൊടിച്ചിട്ട് അതിക്ക് ചേർത്താൽ മതി എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഞാൻ സത്യം പറഞ്ഞാൽ ഓർത്തിയിലിട്ടോ ഞാനത് എന്തോ ഒരു ഇതിലിങ്ങനെ ഞാൻ ബ്രെഡ് അതിലിട്ട് പൊടിച്ചിക്കാണ്ട് ഇതിൽ ചേർത്ത്. അപ്പോൾ എല്ലാവരും അതേമാതിരി ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമുക്കിത് വെള്ളത്തിൽ വേണമെങ്കിൽ ബ്രെഡ് മുക്കിയെടുത്തിട്ടും ചെയ്യാം. അപ്പോൾ ഞാൻ മുക്കിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം പൊടിഞ്ഞ് പോകുമെന്ന് കരുതിയിട്ട് ഒരു സ്പൂണിൽ വെള്ളം എടുത്തുകൊണ്ട് ഇങ്ങനെ ബ്രെഡ് ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഞെക്കി പിഴിഞ്ഞിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇത് പിന്നെ നമുക്ക് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയില്ലേ, നമ്മൾ എന്താണ് ചിക്കൻ്റെ റോള് ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ടും ഒക്കെ ചെയ്യലില്ലേ. അപ്പോൾ അതേമാതിരി തന്നെ ഇതേമാതിരി ചെയ്തെടുക്കട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടും, ഒരുപാട് പണിയൊന്നുമില്ല അത് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. അതൊരു 10 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന പരിപാടി തന്നെ ഉള്ളൂ. ഇതെല്ലായിടത്തൊന്ന് നല്ലോണം ഇങ്ങോട്ട് എന്താ പറയുക ഒട്ടിച്ച് വെച്ചതിൻ്റെ ശേഷം കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ തന്നെ അത് നല്ലോണം അവിടെ ഷെയ്പ്പായിട്ട് നിന്നോളും. പിന്നെ ഇതാ 2 സൈഡും നമ്മളെ വിരലായിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഷെയ്പ്പിൽ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ എല്ലതും അതേപോലെ തന്നെയാണ് ചെയ്തെടുക്കണത് കേട്ടോ. പിന്നെ ഞാനിത് ലാസ്റ്റ് ആയപ്പോൾ എനിക്കിങ്ങനെ സ്പൂണായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിക്കാൻ മടിയായിട്ടോ. പിന്നെ ഞാൻ എല്ലതും വെള്ളത്തിൽ മുക്കിയിട്ട് തന്നെ എടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യുക. എനിക്ക് എല്ലതും പിന്നെ പെട്ടെന്ന് പണി കഴിയണം കേട്ടോ. ഇങ്ങനെ കുറേ എന്തെങ്കിലും പണിമേൽ കളിച്ചുകൊണ്ടിരിക്കണത് എനിക്ക് തീരെ ഇഷ്ടമല്ല. എനിക്ക് എന്തും സിമ്പിളായിട്ടും പെട്ടെന്ന് ചെയ്ത് കിട്ടണം, അങ്ങനത്തെ പണിയാണ് ഞാൻ നോക്കലിട്ടോ. അപ്പോൾ ഞാൻ പിന്നെ എല്ലതും ഇങ്ങനെ ബ്രെഡ് പിഴിഞ്ഞെടുത്തിക്കാണ്ട് തന്നെ ചെയ്തെടുത്തിക്കണം കേട്ടോ. പെട്ടെന്ന് കഴിയും, അത് ഉരുട്ടിയെടുക്കാനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും എല്ലതും ഇതേമാതിരി ചെയ്യട്ടോ. സിമ്പിൾ പരിപാടിയല്ലേ. പരിപാടി സിമ്പിളാണെന്നുണ്ടെങ്കിലും ടേസ്റ്റ് നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻ്റായിട്ട് അറിയിക്കണം. നമ്മൾ പബ്സിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ പബ്സ് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല രസമുണ്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് മെസ്സേജ് അയച്ചിരുന്നിട്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. പിന്നെ ഇതാ ലാസ്റ്റത്തെ ബ്രെഡ് ഇതാ നല്ല വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ 2 ഉരുള ബാക്കിയായി, പക്ഷേ എനിക്ക് അതിന് ബ്രെഡ് ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കണേക്ക് 2 ബ്രെഡ് പൊടിച്ചെടുത്തിരുന്നു. അപ്പോൾ ഞാൻ എന്താട്ടി ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ സാൻഡ്വിച്ചിൻ്റെ വലിയ ബ്രെഡ് ഉണ്ടിരിക്കണം. അപ്പോൾ അതെടുത്തിക്കാണ്ട് 2 ഉരുളയും കൂടി ഒറ്റ ബ്രെഡിൽ വെച്ചിക്കാണ്ട് ഞാൻ അങ്ങോട്ട് പൊതിഞ്ഞെടുത്തിട്ടാ. അത് ലാസ്റ്റത്തെ ബ്രെഡാണ്. അപ്പോൾ അതാണ് അയിമൽ ആ കളറ് വന്നിക്കണത്. പക്ഷേ അത് ഉരുട്ടിയെടുക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു. നമ്മൾ ആ ലാസ്റ്റത്തെ ബ്രെഡ് നമ്മൾ ഒഴിവാക്കുമല്ലോ, ഫസ്റ്റുള്ളത് ലാസ്റ്റുള്ളത് നമ്മൾ എടുക്കലില്ലല്ലോ. അതേമാതിരത്തെ ഒരു ലാസ്റ്റത്തെ ബ്രെഡുണ്ടായി. ഞാൻ ബ്രെഡ് ക്രംസ് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ കൂട്ടി പൊടിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചിരുന്നത്. പക്ഷേ നമുക്ക് ഇങ്ങനെയൊരു ഉപകാരത്തിൽ പെട്ട് അത് നല്ലോണം ഉണ്ട് നനച്ച് കൊടുത്തപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടാ. പിന്നെ അത് ഞാൻ ചട്ടി വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിതിവിടെ പൊരിക്കുന്നുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചെടുത്തിക്കുന്നത്. ലോ ഫ്ലെയിമിലൊന്നും വെച്ചിട്ട് പൊരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് ഒരുപാട് വേവിച്ചെടുക്കാനൊന്നുമില്ലല്ലോ, പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്ന പരിപാടിയില്ലേ. അപ്പോൾ അതാ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ 2 പുറം നല്ല ഗോൾഡൻ കളർ ആവണ വരെ നല്ല മൊരിച്ചെടുത്തിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എന്താ വെച്ചാൽ ഇത് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും കേട്ടോ. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് ഇത് ഇഷ്ടമാവും. പിന്നെ ഞാൻ ആ പഞ്ചസാര ഇട്ടതിന് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കട്ടോ. ഒരച്ച് ശർക്കര ഒക്കെ മതിയാവും. നല്ലോണം ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇത്തിരി വെള്ളത്തിൽ മെൽറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോഴും ഇതേപോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തതൊക്കെ പൊരിച്ചെടുത്തിരിക്കുന്നത്, പിന്നെ രണ്ടാമത്തത് ഞാൻ ഇട്ടെടുത്തിരിക്കുന്നത്. അപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡാണ് ലാസ്റ്റത്തെ ബ്രെഡാണെന്നുണ്ടെങ്കിലും പൊരിച്ചെടുത്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിരുന്നു കേട്ടോ. എനിക്ക് ഇട്ടെടുത്തപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, പുറത്തൊക്കെ പൊട്ടി പോവുമോ, അത് ലാസ്റ്റത്തെ ബ്രെഡ് അല്ലേന്ന് കേട്ടോ. അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, നല്ല ഇതിൽ തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ ഇതാ നമ്മൾ
അമൃതം പൊടി വെച്ചിട്ട് നല്ലൊരു റോളാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കണ മാതിരി ആദ്യം തന്നെ ഇതെന്താണ് സാധനം എന്ന് അറിയാഞ്ഞാൽ ആരെങ്കിലും വിചാരിക്കും ഇത് ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്സ് എന്താണെന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ. അമൃതം പൊടിയാണെന്നുള്ളത് ഒരിക്കലും മനസ്സിലാവില്ല. നമ്മൾ പറഞ്ഞറിയിക്കേണ്ടി വരും ഇത് അമൃതം പൊടിയായിട്ട് ഉണ്ടാക്കി എടുത്തതാണെന്നുള്ളത് കേട്ടോ. അതിന് നമുക്ക് അധികം ആ ടേസ്റ്റ് വരില്ല. റോബസ്റ്റ പഴവും തേങ്ങയൊക്കെ ഇട്ടിക്കണില്ലേ, ഏലക്കപ്പൊടിയൊക്കെ ഇട്ടിക്കണില്ലേ. അപ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ട് ചെയ്തിക്കണമെന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടി വരും ഇതിൻ്റെ കൂടെ എക്സ്ട്രാ എന്താണ് ചേർത്തിക്കണത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ എല്ലാതും പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പൊരിച്ചെടുത്തപ്പോൾ തന്നെ ഓരോരുത്തർ കൊണ്ടുപോയി കഴിക്കണമുണ്ട്. അപ്പോൾ ഇത് നമ്മളെ വലിയ ബ്രെഡും നല്ല അടിപൊളിയായിട്ട് തന്നെ റോളായിട്ട് കിട്ടിയിട്ടുണ്ട്, പൊടിഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറ.